അങ്ങനെ മഹാമായ സതിയായി അവതരിച്ചു. ആ ദിവ്യ ശിശുവിന്റെ കളിക്കൊഞ്ചലാലും കളിചിരികളാലും ദക്ഷഭവനം മുഖരിതമായി. സീതാദേവി ശൈശവം പിന്നിട്ടതോടെ ആ കുഞ്ഞിന്റെ സവിശേഷത ഭക്തി ശിവഭഗവാനിൽ പതിഞ്ഞു. പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിലും ഭഗവാനെ പൂജിക്കുന്നതിലും അവൾ അനൽപമായ താല്പര്യം കാണിച്ചു. കൗമാരം പിന്നിട്ടതോടെ പരമേശ്വരനെ പതിയായി ലഭിക്കുവാൻ സതി ആഗ്രഹിച്ചു. പ്രിയപുത്രിയുടെ മനോഗതം മനസ്സിലാക്കിയ വീരണി അവളോട് പറഞ്ഞു, മകളെ, നീ ഭഗവാൻ ശിവന്റെ പത്നിയാകുവാൻ ജനിച്ചവളാണ്. മഹാമായയുടെ അവതാരമായ നിനക്കല്ലാതെ മറ്റൊരാൾക്കും ശിവതേജസ്സിനെ വഹിക്കുവാനുള്ള ശക്തിയില്ലെന്ന ദേവവചനം ഞാൻ നിന്നെ അറിയിക്കട്ടെ. പുത്രി, എന്നാൽ ശങ്കരനെ പതിയായി ലഭിക്കുക നിസാരകാര്യമല്ല. കർമ്മവിമുഖനായി കഴിയുന്ന ഭഗവാന്റെ മനസ്സിൽ ലൗകിക ജീവിതാസക്തി വളർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. കുഞ്ഞെ, ഉഗ്രതപസ് മാത്രമേ അതിന് പോംവഴിയായി എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളൂ. തന്നെക്കുറിച്ചും മഹേശ്വരന്റെ പ്രതാപത്തെക്കുറിച്ചും മനസ്സിലാക്കിയ കന്യക മാതാവിന്റെ പാദങ്ങൾ വണങ്ങി അപേക്ഷിച്ചു. അമ്മേ, എന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ പരമവും പ്രധാനവുമാണ് പരമേശ്വരന്റെ പത്നീപദം. ദേവനെ തപസ്സിലൂടെ പ്രസന്നനാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും. വീരണി മകളെ മാറോടണച്ച് അനുഗ്രഹിച്ചു. സതി തപസ്സിനായി പുറപ്പെട്ടു. അവർ പഞ്ചാഗ്നി മധ്യത്തിൽ ശിവസൂക്തികളോടെ പഞ്ചപ്രമാണങ്ങളുമടക്കി ധ്യാന നിമഗ്നയായി നിലകൊണ്ടു. അനുദിനം ഉഗ്രതരമായി മാറുന്ന സതിയുടെ തപസ്സിൽ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും വിസ്മയകുലരായി നോക്കിക്കണ്ടു. ഒരു കന്യകയ്ക്ക് ഇത്രയും മനോബലമോ? പഞ്ചാഗ്നി അവളെ തപിക്കുന്നില്ലേ? അവളുടെ നാവുകളിൽ നിന്ന് ശിവസ്തോത്രങ്ങളല്ലാതെ മറ്റൊരു വാക്കും പുറത്തു വരുന്നില്ലല്ലോ. അവർ പരസ്പരം പറഞ്ഞു. സതിയുടെ തപസ് തീവ്രതരമായതോടുകൂടി പരമശിവന്റെ മനസ്സിൽ സതിയോടുള്ള താല്പര്യം വളർന്നു തുടങ്ങി. തന്റെ പത്നീപദം നേടുവാൻ ആഗ്രഹിക്കുന്ന ഈ കന്യക യഥാർത്ഥത്തിൽ തന്റെ വാമഭാഗം അലങ്കരിക്കുവാൻ യോഗ്യയാണോ? പരമശിവൻ ധ്യാന നിമഗ്നനായി മാറി. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാമായയുടെ ദിവ്യരൂപം തെളിഞ്ഞു വന്നു. ദേവ, താങ്കൾ സംശയിക്കുന്നത് എന്തിനാണ്? സതീദേവി താങ്കളുടെ പത്നീപദം വഹിക്കുവാൻ യോഗ്യയാണ്. അവൾ എന്റെ അവതാരമാണ് എന്നിങ്ങനെ അരുളി ചെയ്യുന്നതായി ഭഗവാന് തോന്നി. ധ്യാനത്തിൽ നിന്നും ഉണർന്ന പരമശിവന്റെ മുഖം സംതൃപ്തിയിൽ തെളിഞ്ഞു. അടുത്ത നിമിഷം അദ്ദേഹം സതീദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാന്റെ ദിവ്യരൂപം ദർശിച്ചതോടെ സതീദേവി ആനന്ദാസുർക്കൾ പൊഴിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭക്തേ, എഴുന്നേൽക്കൂ. ദേവി അവിടുത്തെ തപസ്സിനെ സംതൃപ്തനാക്കിയിരിക്കുന്നു. പറയുക, ഞാൻ എന്തു വരമാണ് നൽകേണ്ടത്? പരമശിവൻ ചോദിച്ചു. ദേവ, അവിടുന്ന് പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വരത്താൽ എന്നെ അനുഗ്രഹിച്ചാലും. ലജ്ജയാൽ കൂമ്പിപ്പോയ മിഴികൾ ഉയർത്തി സതി കാതറയായി മൊഴിഞ്ഞു. ശംഭോ, അവിടുത്തെ പത്നിയായി എന്നെ സ്വീകരിച്ചാലും. അവിടുത്തെ പാദശുശ്രൂഷയിൽ എൻ്റെ ജീവിതം ധന്യമാക്കിയാലും. സതീദേവി അപേക്ഷിച്ചു. സന്തുഷ്ടനായി തീർന്ന പരമശിവൻ അരുമയോടെ മൊഴിഞ്ഞു. ദേവി, നിന്റെ മോഹം യഥാർത്ഥത്തിൽ എനിക്കുള്ള വരം തന്നെയാണ്. അവിടുത്തെ പതിസ്ഥാനം വഹിക്കുന്നത് സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ഘട്ടത്തിൽ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും പ്രജാപതികളും ദക്ഷനും വീരണിയും അവിടത്തിൽ വന്നു ചേർന്നു. ശുഭകരമായ ആ മുഹൂർത്തത്തിൽ പരമശിവൻ ദക്ഷനോടും പത്നിയോടും അഭ്യർത്ഥിച്ചു. അല്ലയോ പ്രജാപതി, വീരണീദേവി, അവിടുത്തെ പുത്രീരത്നമായ സതീദേവിയെ എന്റെ പത്നിയാക്കുവാൻ അനുവാദം നൽകിയാലും. ദേവ, താങ്കൾ അർത്ഥിക്കുകയല്ല, ആജ്ഞാപിക്കുകയാണ് വേണ്ടത്. ഞങ്ങളിതാ ഭഗവാന് ഞങ്ങളുടെ പുത്രിയെ നൽകുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദക്ഷനും വീരണിയും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും മറ്റ് ദേവഗണങ്ങളുടെയും പ്രജാപതികളുടെയും സാന്നിധ്യത്തിൽ തന്റെ പ്രിയപുത്രി സതീദേവിയെ പരമശിവന് നൽകി. ഇങ്ങനെയായിരുന്നു സതീദേവിയുടെ വിവാഹം. ഇനി ദക്ഷന് പരമശിവനിൽ വിരോധം ജനിച്ച കഥയാണ് തുടരും.